Okay. Hi guys, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓസിലേഷൻ ആൻഡ് വേവ്സ്. ഓസിലേഷൻ ആൻഡ് വേവ്സ്. നമ്മൾ ഇത് ഓൾറെഡി 9th സ്റ്റാൻഡേർഡിൽ കുറച്ച് ഇക്വേഷൻസ് കാര്യങ്ങളെല്ലാം പഠിച്ചത്. അപ്പോൾ ഇനി 11th സ്റ്റാൻഡേർഡിൽ ഓസിലേഷൻ ആൻഡ് വേവ്സ്. ഇതിൻ്റെ ഓൾറെഡി ലാബിൽ കുറേ റെസണൻസ് കോളം എക്സ്പെരിമെൻ്റിൽ ഓൾറെഡി ചെയ്തത്. നമ്മൾ സിമ്പിൾ പെൻഡിലും എക്സ്പെരിമെൻ്റ് ഓൾറെഡി ചെയ്തത്. എന്താണ് സിമ്പിൾ പെൻഡിലും? സിമ്പിൾ പെൻഡുലം ഒരു ബോബ് കണക്ട് ചെയ്തിട്ട് സ്ട്രിങ്ങിൽ ഒരു ബോബ് കണക്ട് ചെയ്യും, മാസ് ആണ്. ഓക്കെ, ഇതാണ് സിമ്പിൾ പെൻഡുലം. ഇതിനെ അനക്കാണ്ടിരിക്കുമ്പോഴുള്ള പൊസിഷനാണ് മെയിൻ പൊസിഷൻ. എക്സ്ട്രീം പൊസിഷൻ എന്ന് വെച്ചാൽ ഇവിടുന്ന് അനക്കിക്ക് അതിൻ്റെ മാക്സിമം പോകുന്ന പൊസിഷനാണ് എക്സ്ട്രീം പൊസിഷൻ. ഓക്കെ, എക്സ്ട്രീം. അപ്പോൾ രണ്ട് എക്സ്ട്രീം പൊസിഷൻസ് ഉണ്ടാവും. സെൻട്രൽ മെയിൻ പൊസിഷൻ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ടൈം പീരീഡ് കണ്ടുപിടിക്കണം. ടൈം പീരീഡ് T is equal to 2π√L/g. അപ്പോൾ ഈ ലെങ്ത് ഓഫ് ദ സിമ്പിൾ പെൻഡുലം. ഓക്കെ, T is equal to 2π√L/g. ഇക്വേഷൻ വെച്ചിട്ട് ടൈം പീരീഡ് കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ, T is equal to ഓൾറെഡി നമുക്കറിയാം 2π/ω. ഒമേഗ is equal to ആംഗുലാർ ഫ്രീക്വൻസി. ഓക്കെ, ഇനി ഒരു ലിഫ്റ്റ്, ഇഫ് ദ ലിഫ്റ്റ് ഈസ് fall freely under gravity, when the time of the pendulum is infinity. ഓക്കെ, ഇപ്പോൾ ഒരു ലിഫ്റ്റ് ഫ്രീലി ഗ്രാവിറ്റിൻ്റെ അണ്ടറിൽ ഫ്രീലി ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ടൈം പീരീഡ് എന്തായിരിക്കും? ഇൻഫിനിറ്റിയിലേക്ക് പോകും. ഓക്കെ, അടുത്ത പോയിന്റ് എന്താ? ടൈം പീരീഡ് ഓഫ് ദ പെൻഡുലം ഇൻക്രീസസ്. ടൈം പീരീഡ് ഓഫ് ദ പെൻഡുലം increases if the simple pendulum is suspended with the acceleration. Acceleration കൂട്ടുമ്പോൾ ടൈം പീരീഡ് ഓൾസോ ഇൻക്രീസസ്. ഓക്കെ, ആക്സലറേഷൻ കൂട്ടുമ്പോൾ ടൈം പീരീഡ്, സിമ്പിൾ പെൻഡുലത്തെ ടൈം പീരീഡ് കൂടും. ഓക്കെ, അടുത്തത് വേവ്സ്. വേവ്സ് എന്ന് വെച്ചാൽ ഒരു ഡിസ്റ്റർബൻസ് ആണ്. ഓക്കെ, ഇപ്പോൾ സ്പീഡ് ഓഫ് ദ വേവ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ ഉണ്ട്. സ്പീഡ് ഓഫ് ദ വേവ്സ് C is equal to ന്യൂ ലാംഡ ആണ്. ഇത് ഓൾറെഡി 9th സ്റ്റാൻഡേർഡിലെല്ലാം പഠിക്കുന്ന ഇക്വേഷൻ. C is the velocity of the light. ലൈറ്റിൻ്റെ വെലോസിറ്റിയാണ് C. അതിൻ്റെ വാല്യൂ 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. ഇത് ലൈറ്റ് ഭൂമിയിൽ വന്ന് അടിക്കുന്ന സ്പീഡാണ് ഇത്. ഒരു സെക്കൻഡിൽ ഇത്രയും മീറ്റർ ലൈറ്റ് സഞ്ചരിക്കും. 1 2 3 4 5 6 7. അപ്പോൾ ഒരു സെക്കൻഡിൽ ലൈറ്റ് ഇത്രയും മീറ്റർ സഞ്ചരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ ഇമ്പോർട്ടൻറ്റ്. C is equal to ന്യൂ ലാംഡ. ഓക്കെ, ഈ ഇക്വേഷൻ വെച്ച് ചിലപ്പോൾ പ്രോബ്ലം ചോദിക്കുന്നുണ്ട്. ഇനി വേവ്സ് ക്ലാസിഫിക്കേഷൻ ആണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് വേവ്സ് ചെയ്ത മെക്കാനിക്കൽ വേവ്സ്, പിന്നെ ക്ലാസിഫിക്കേഷൻ ചെയ്തു. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്, നോഡൽ വേവ്സ് ആൻഡ് ട്രാൻസ്വേഴ്സ് വേവ്സ്. ഓക്കെ, അടുത്തത് എന്താ? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. EM വേവ്സ് എന്ന് പറയും. ഓക്കെ, മെക്കാനിക്കൽ വേവ്സിൽ ഒന്നാമത്തതാണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്.
വേവ്സ്. എന്താണ് ഈ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് നമ്മളെ സൗണ്ട് ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ആണ്. ഓക്കെ, എക്സാമ്പിൾ എന്താ? സൗണ്ട് വേവ്സ്. നമ്മൾ സംസാരിക്കുന്ന വേവെല്ലാം എന്തായിട്ട് ലോഞ്ചിറ്റ്യൂഡിനായിട്ട് വേവായിട്ട് എക്സാമ്പിൾ ആണ്. ഓക്കെ, ദ പാർട്ടിക്കിൾ ഓഫ് ദ മീഡിയം, അതിൻ്റെ ഡെഫിനിഷൻ ആണ് പാർട്ടിക്കിൾ ഓഫ് ദ മീഡിയം വൈബ്രേറ്റ് in the direction of propagation of wave. Okay. ഇപ്പോൾ മീഡിയം വേവ് പോകുന്ന ഡയറക്ഷനും സെയിം ആണെങ്കിൽ എന്താ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്. എന്താണ് ഈ മീഡിയം? നമ്മൾ നിൽക്കുന്ന ഇപ്പോൾ ഒരു മീഡിയത്തിലാണ്. എയർ എന്ന് പറഞ്ഞ മീഡിയം, അതേപോലെ വാട്ടർ വേറൊരു മീഡിയം, പിന്നെ ഗ്ലാസ് വേറൊരു മീഡിയം, വാക്യൂം, ഇതെല്ലാം ടൈപ്സ് ഓഫ് മീഡിയംസ്. ഓക്കെ, അപ്പോൾ സൗണ്ട് വേവ് ആണ് ഗുഡ് എക്സാമ്പിൾ ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്. നെക്സ്റ്റ് വൺ ഇത് ട്രാൻസ്വേഴ്സ് വേവ്സ്. ഇപ്പോൾ ഇത് മീഡിയത്തിന് എന്തായിട്ട് പെർപെൻഡിക്കുലർ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ് ആണെങ്കിൽ എന്ത് വരും? ട്രാൻസ്വേഴ്സ് വേവ്. ദ പാർട്ടിക്കിൾ ഓഫ് ദ മീഡിയം vibrate perpendicular direction of the propagation of wave. Perpendicular direction of propagation of wave. Okay, propagation of waves. ഇത് ട്രാൻസ്വേഴ്സ് വേവ്. ട്രാൻസ്വേഴ്സ് വേവിൻ്റെ എക്സാമ്പിൾ ആണ് വേവ് ഓൺ എ സ്ട്രിംഗ് അണ്ടർ ടെൻഷൻ. എക്സാമ്പിൾ വേവ് ഓൺ സ്ട്രിംഗ് അണ്ടർ ടെൻഷൻ. ഒരു സ്ട്രിങ്ങിന് നമ്മൾ വേവ് കൊടുത്ത് ടെൻഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് വേവ് കൊടുത്താൽ എന്തായി? അതൊരു ട്രാൻസ്വേഴ്സ് വേവ്. പിന്നെ വേവ് ഓൺ എ സർഫസ് ഓഫ് വാട്ടർ. വാട്ടറിൻ്റെ ഉദാഹരണം കുളത്തിലെല്ലാം കല്ലിട്ട്, അപ്പോൾ അതൊരു ട്രാൻസ്വേഴ്സ് വേവായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യും. അതൊരു ട്രാൻസ്വേഴ്സ് വേവാണ്. അടുത്തതാണ് EM വേവ്സ്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. അപ്പോൾ ഇതിന് EM വേവ്സ് സഞ്ചരിക്കാൻ മീഡിയം ആവശ്യമില്ല. ഇറ്റ് ഡു നോട്ട് റിക്വയർഡ് മീഡിയം. ഓക്കെ, അപ്പോൾ EM വേവ്സിന് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മീഡിയം ആവശ്യമില്ല. അത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന വാക്വത്തിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യും. എക്സാമ്പിൾ ഏതല്ല? എക്സ്റേ, മൈക്രോവേവ്സ്, ഇൻഫ്രാറെഡ് ആൻഡ് റേഡിയോ വേവ്സ് എക്സെട്ര. ഓക്കെ, ഇതാണ് EM വേവ്സ്. അടുത്തത് നമ്മൾ സൗണ്ട് വേവ് ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ആണെന്ന് ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഇതിനെ നമുക്ക് ഗ്രൂപ്പായിട്ട് ക്ലാസിഫിക്കേഷൻ ചെയ്തു. അതായത് ഓഡിബിൾ വേവ്സ്, അതായത് കേൾക്കാൻ പറ്റുന്ന ഫ്രീക്വൻസി ഉണ്ട്. അതായത് 20 Hz മുതൽ 20,000 Hz വരെയാണ് ഒരു മനുഷ്യന്മാർക്ക് കേൾക്കാൻ പറ്റുക. ഓക്കെ, ഇതാണ് ഓഡിബിൾ വേവ്സ്. ഇനി ഇൻഫ്രാറെഡ് വേവ്സ് ആണെങ്കിൽ ഏതാണ്? അല്ലെങ്കിൽ സബ്സോണിക് വേവ്സ് ആണെങ്കിൽ ഏതല്ല? ലെസ് ദാൻ 20 Hz താഴെയുള്ള ഫ്രീക്വൻസിയിൽ കേൾക്കുന്നതെല്ലാം സബ്സോണിക് വേവ്സ് ആണ്. ഇനി മൂന്നാമത്തെ കാറ്റഗറിയാണ് അൾട്രാസോണിക് അല്ലെങ്കിൽ സൂപ്പർസോണിക് എന്ന് പറയും. അത് ഗ്രേറ്റർ ദാൻ 20,000 Hz ഫ്രീക്വൻസിയിൽ വരുന്ന വേവ്സ് എല്ലാം എന്തായിരിക്കും? അൾട്രാസോണിക് വേവ്സ് ആണ്. ഓക്കെ, അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് സ്പീഡ് ഓഫ് ദ സൗണ്ട് വേവ്. ഹയർ ഇൻ ഡെൻസർ മീഡിയം. ഇപ്പോൾ ഡെൻസർ മീഡിയത്തിന് സ്പീഡ് ഓഫ് ദ വേവ് കൂടും. അതായത് മാക്സിമം സോളിഡ് ഒബ്ജക്റ്റിലൂടെല്ലാം വേവ് ട്രാവൽ ചെയ്യുമ്പോൾ മാക്സിമം ആയിരിക്കും. ഓക്കെ,
വേവ്സിൻ്റെ ഇത് മാക്സിമം ആയിരിക്കും. ഇനി ഗ്യാസിലാണ് ഏറ്റവും ലീസ്റ്റ്. ഓക്കെ, സ്പീഡ് ഓഫ് ദ വേവ്സ് സോളിഡിൽ മാക്സിമം ആയിരിക്കും, ഗ്യാസിൽ ലീസ്റ്റ് ആയിരിക്കും. ഇനി ടൈം പീരീഡ് എന്തായിരിക്കും? ടൈം പീരീഡ് ഇൻക്രീസസ് വിത്ത് സ്പീഡ് ഓഫ് ദ സൗണ്ട് വേവ് ഇൻക്രീസ് ചെയ്യുമ്പോൾ. സ്പീഡ് ഓഫ് ദ സൗണ്ട് വേവ് കൂടുമ്പോൾ ടൈം പീരീഡും കൂടും. സൗണ്ട് വേവും ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ഇനി ഹ്യൂമിഡിറ്റി കൂടുമ്പോൾ എന്താവും? ഹ്യൂമിഡിറ്റി കൂടുമ്പോൾ സ്പീഡ് ഓഫ് ദ സൗണ്ട് വേവ് കൂടും. സ്പീഡ് ഓഫ് ദ സൗണ്ട് വേവ്. ഇനി സ്പീഡ് ഓഫ് ദ വേവ് ഇൻഡിപെൻഡൻ്റ് ഓഫ് ഫ്രീക്വൻസി ആൻഡ് പ്രഷർ. പ്രഷറിനെയും ഫ്രീക്വൻസിനെയും ഇൻഡിപെൻഡൻ്റ് ആണ് സ്പീഡ്. സ്പീഡ് ഓഫ് ദ വേവ് ഇൻഡിപെൻഡൻറ്റ്. അതല്ല നോക്കണം, ചിലപ്പോൾ അതല്ല എക്സാമിന് ചോദിക്കും. ഇൻഡിപെൻഡൻ്റ് ഓഫ് സ്പീഡ് ഓഫ് ദ സൗണ്ട് വേവ് ഡിപ്പെൻഡ് ഓഫ് പ്രഷർ ആൻഡ് ഫ്രീക്വൻസി. ഇനി അടുത്തതാണ് നമ്മൾ പറയാൻ പോകുന്നത് ഹാർമോണിക് ഫങ്ഷൻസ്. അപ്പോൾ ഹാർമോണിക് ഫങ്ഷൻസ്. അപ്പോൾ ഓൾ ഹാർമോണിക് ഫങ്ഷൻസ് ആർ പീരിയോഡിക്. ഇതൊരു നോട്ടായിട്ട് എഴുതി വെച്ചു. ഓൾ ഹാർമോണിക് ഫങ്ഷൻസ് ആർ പീരിയോഡിക്. All periodic function need not be harmonic. Periodic functions need not be harmonic. അപ്പോൾ എന്താണ് ഈ ഹാർമോണിക് ഫങ്ഷൻസ്? പീരീഡ് ഉള്ള ഫങ്ഷൻസ്, അതായത് എഫ് ഓഫ് ടി ഫങ്ഷൻ. ഫങ്ഷൻ നമുക്കറിയാം, ഗ്രാഫ് വരക്കാൻ പറ്റും, മാത്സിൽ പഠിക്കുന്ന റിലേഷൻ ആൻഡ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ. അപ്പോൾ എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു സൈൻ 2π t/t. അപ്പോൾ സൈനിൻ്റെ പീരീഡ് 2π ആണ്. അപ്പോൾ നമുക്ക് സൈനിൻ്റെ ഗ്രാഫ് വരച്ചാൽ എന്താവും? അങ്ങനെ കിട്ടും, ഒരു വേവ് ഫംഗ്ഷനാണ് കിട്ടുക. സൈനും കോസെല്ലാം വേവ് ഫംഗ്ഷനാണ്. അപ്പോൾ ഹാർമോണിക് ഫങ്ഷൻസ് സൈന് നമുക്ക് അല്ലെങ്കിൽ ജി ഓഫ് ടി എന്തായിട്ട് എടുക്കാം? കോസ് ഓഫ് 2π/t. പീരീഡ് എന്ന് വെച്ചാൽ ഇത് റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. ഇതിപ്പോൾ 0 to 2π പിന്നെ എന്താവും? ഇങ്ങനെ അപ്പോൾ ക്രസ്റ്റ് ഡ്രഫ് ആയിട്ട് വേവ് ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ട്. ഓക്കെ, കോസിൻ്റെ ഗ്രാഫ് ആണെങ്കിൽ ഇങ്ങനെ വരക്കാൻ പറ്റും. ഓക്കെ, 0 to 2π ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ സൈനിൻ്റെയും കോസിൻ്റെയും പീരീഡ് 2π ആണ്. അപ്പോൾ നമ്മൾ SHM പറഞ്ഞുകൊണ്ടിരുന്നത്. SHM എന്ന് വെച്ചാൽ എന്താ? സിമ്പിൾ ഹാർമോണിക് മോഷൻ. സിമ്പിൾ ഹാർമോണിക് മോഷൻ. അപ്പോൾ ടു ആൻഡ് ഫ്രോ മോഷൻ നടക്കുമ്പോൾ, ടു ആൻഡ് ഫ്രോ മോഷനെല്ലാം എന്താ? SHM മോഷനാണ്. മുന്നോട്ടും ബാക്കോട്ടും പോകുന്ന മോഷനല്ല SHM മോഷൻ. അപ്പോൾ അതിൽ നമ്മൾക്കറിയാം സൈൻ ഫംഗ്ഷനാ കോസ് ഫംഗ്ഷനാ നമുക്ക് ഇടാം. അപ്പോൾ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ് എന്ന് വെച്ചാൽ ഡിസ്പ്ലേസ്മെൻറ്റാണ്. എ കോസ് ω t പ്ലസ് 5 കൊടുത്ത് നമുക്കറിയാം ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഇങ്ങനെ മൂവ് ചെയ്യുന്നു. അപ്പോൾ അതിന് നമുക്ക് ഡെറിവേറ്റീവ് എടുത്താൽ എന്ത് കിട്ടും? വെലോസിറ്റി കിട്ടും. വിത്ത് റെസ്പെക്ട് ടു ടൈമിൽ ഡെറിവേറ്റീവ് എടുത്താൽ എന്ത് കിട്ടും? വെലോസിറ്റി കിട്ടും. അപ്പോൾ dx/dt എന്താ നമുക്ക് കിട്ടാം? വെലോസിറ്റി കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിന് നമുക്ക് ഡെറിവേറ്റീവ് എടുക്കാം എക്സ്. അപ്പോൾ d/dt ഓഫ് എ എന്താ? എക്സ് എന്താ? എ കോസ് ω t പ്ലസ് 5. ഓക്കെ, അപ്പോൾ d/dt ഓഫ് എ കോസ് ω t പ്ലസ് 5 എന്താ? എ എന്നാണ് കോൺസ്റ്റൻ്റ്, പുറത്തേക്ക് എടുക്കുക. എ ഇൻറ്റു കോസിൻ്റെ ഡെറിവേറ്റീവ് എന്താ? മൈനസ് സൈൻ ഓഫ് ω t പ്ലസ് 5 വരും. ഓക്കെ, അപ്പോൾ മൈനസ് എ സൈൻ ω t പ്ലസ് 5 വരും. ഇവിടെ ഇൻറ്റു ഒമേഗ ഒരു ഒമേഗ പുറത്തേക്ക് വരും. അപ്പോൾ എ ഒമേഗ. അപ്പോൾ ഇത് വെലോസിറ്റി കിട്ടി. ഇതിന് ഒന്നുകൂടി ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടൈം എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്സലറേഷൻ കിട്ടും. ഓക്കെ, അല്ലെങ്കിൽ d²x/dt² അല്ലെങ്കിൽ dv/dt. ഇതാണ് എന്ത് കിട്ടുക? ആക്സലറേഷൻ.
ഇതെല്ലാം ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനെ ഒന്നുകൂടി ഡെറിവേറ്റീവ് എടുക്കുക വിത്ത് റെസ്പെക്ട് ടു ടൈമിൽ. അപ്പോൾ എ ഒമേഗ പുറത്തേക്ക് എടുക്കുക, അത് കോൺസ്റ്റൻ്റാണ്. അപ്പോൾ മൈനസ് എ ഒമേഗ, സൈനിൻ്റെ ഡെറിവേറ്റീവ് കോസ് ആണ്, കോസ് ഒമേഗ ടി പ്ലസ് 5 വരും ഇൻറ്റു ഒമേഗ വരും. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? മൈനസ് എ ഒമേഗ സ്ക്വയർ കോസ് ഓഫ് ഒമേഗ ടി പ്ലസ് 5 വരും. ഇതാണ് ആക്സലറേഷൻ. അപ്പോൾ ആക്സലറേഷൻ ഓഫ് എസ് എച്ച് എം ഇക്വേഷൻ, എസ് എച്ച് എം സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണെങ്കിൽ അതിൻ്റെ ആക്സലറേഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിക്കണം. വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ മൈനസ് എ ഒമേഗ സൈൻ ഒമേഗ ടി വരും. ഡിസ്പ്ലേസ്മെൻ്റ് ആണെങ്കിൽ ഇതെടുക്കണം. ഓക്കെ. അപ്പം മാക്സിമം ആക്സലറേഷൻ എന്ന് വെച്ചാൽ കോസിൻ്റെ മാക്സിമം വാല്യൂ 1 ആണ്. അപ്പോൾ മാക്സിമം ആക്സലറേഷൻ മാക്സിമം ആകുമ്പോൾ എന്ത് വരും? മൈനസ് എ ഒമേഗ സ്ക്വയർ വരും. ഓക്കെ. ഇനി നമുക്ക് അടുത്തത് റീസ്റ്റോറിങ് ഫോഴ്സ്. ഇത് നമ്മൾ സ്പ്രിങ്ങിൻ്റെ കേസിലാന്ന് പറയാം. ഒരു സ്പ്രിങ് എക്സ്റ്റെൻഡ് ചെയ്ത്, അപ്പോൾ ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എക്സ് ആണ്. അപ്പോൾ എഫ് ഈസ് ഈക്വൽ ടു മൈനസ് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് മൈനസ് കെ എക്സ്. കെ ഈസ് ഈക്വൽ ടു സ്പ്രിങ് കോൺസ്റ്റൻറ്റ്. ഓക്കെ. അപ്പോൾ കെ ഈസ് ഈക്വൽ ടു നമുക്ക് വേണമെങ്കിൽ ഒമേഗ സ്ക്വയർ ഈസ് ഈക്വൽ ടു കെ ബൈ എം എന്ന് എഴുതാം. അത് എഫ് ഈസ് ഈക്വൽ ടു എം ആണ് ന്യൂട്ടൻ്റെ പ്രകാരം. ഇത് മാറ്റുമ്പോൾ ഇങ്ങനെ ഒമേഗ സ്ക്വയർ ഈസ് ഈക്വൽ ടു കെ ബൈ എം ആയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ. അപ്പോൾ എഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റീസ്റ്റോറിങ് ഫോഴ്സ്. ഓക്കെ. ഇനി എനർജിയാണ്. എനർജീനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. എനർജി മാറിപ്പോകാൻ പറ്റില്ല. ഗ്രാവിറ്റേഷനിലും എനർജീനെ കുറിച്ച് പറയുന്നുണ്ട്, പിന്നെ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ എനർജീനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ എനർജി ഇൻ എസ് എച്ച് എം എന്ന് ഇക്വേഷൻ ഓർമ്മിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പൊട്ടൻഷ്യൽ എനർജിയാണ് പറയാം. ഒരു സ്പ്രിംഗ് മാസ് സിസ്റ്റം എടുക്കുക, അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എത്ര വരും? ഹാഫ് കെ എക്സ് സ്ക്വയർ ആണ്. ഹാഫ് കെ വൈ സ്ക്വയർ എടുക്കുക, കെ വൈ സ്ക്വയർ. ഓക്കെ. അപ്പോൾ കെ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം കെ ഓൾറെഡി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കെ ഒമേഗ സ്ക്വയർ ഈസ് ഈക്വൽ ടു കെ ബൈ എം ആണ്. അപ്പോൾ കെ എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഒമേഗ സ്ക്വയർ എം ആണ്. അപ്പോൾ അത് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി എന്ത് വരും? ഹാഫ് ഇൻറ്റു എം ഒമേഗ സ്ക്വയർ വൈ സ്ക്വയർ വരും. ഇതാണ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ എസ് എച്ച് എം മോഷൻ. ഇനി നമുക്ക് കൈനറ്റിക് എനർജി കണ്ടുപിടിക്കണമെങ്കിലോ, കൈനറ്റിക് എനർജി എന്ത് വരും? ഹാഫ് എം വി സ്ക്വയർ ആണ്. അപ്പോൾ ഹാഫ് കെ ഇൻറ്റു എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആണ്. അപ്പോൾ ഹാഫ് കെ ഇൻറ്റു കെ എന്ന് വെച്ചാൽ എം ഒമേഗ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. അതങ്ങനെ ചെയ്താൽ ഹാഫ് കെ എം ഇൻറ്റു ഒമേഗ സ്ക്വയർ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം, മൈനസ് ഹാഫ് എം ഒമേഗ സ്ക്വയർ വൈ സ്ക്വയർ വരും. നമുക്കറിയാം ടോട്ടൽ എനർജി എന്ന് വെച്ചാൽ എന്താ? പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജിയാണ്. പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കെ ഇ ആണ്. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ എന്ത് വരും? ഹാഫ് എം ഒമേഗ സ്ക്വയർ വൈ സ്ക്വയർ പ്ലസ് ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ മൈനസ് ഹാഫ് എം ഒമേഗ സ്ക്വയർ വൈ സ്ക്വയർ. ഇത് കട്ടായി പോകും. അപ്പോൾ ടോട്ടൽ എനർജി എന്ത് വരും? ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ വരും. ഓക്കെ. അപ്പോൾ ടോട്ടൽ എനർജി ഓഫ് ദ എസ് എച്ച് എം എന്തായിരിക്കും? ഇത് വരും. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് ഉണ്ട്, ഗ്രാഫിൻ്റെ വേരിയേഷൻ ഒന്ന് നോക്കണം കേട്ടോ. ടോട്ടൽ എനർജി, പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജിൻ്റെ ഗ്രാഫ്. അപ്പോൾ ഇത് പൊട്ടൻഷ്യൽ എനർജി, ഇത് കൈനറ്റിക് എനർജി, ഇത് ടോട്ടൽ എനർജി. അപ്പോൾ ഈ ഗ്രാഫ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഗ്രാഫായിട്ട് ചോദിക്കലുണ്ട്. പിന്നെ അടുത്തത് സ്പ്രിംഗ് മാസ് സിസ്റ്റം എടുക്കുക. സ്പ്രിംഗ് മാസ് സിസ്റ്റം ഒരു സ്പ്രിങ്, ഒരു മാസ്. ഓക്കെ. അപ്പോൾ ഇത് നമ്മൾ എന്താക്കി? ഇത് മെയിൻ പൊസിഷൻ, ഇത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങോട്ടേക്ക് വലിക്കാം. അപ്പോൾ ഇത് മെയിൻ പൊസിഷൻ ഇങ്ങോട്ടേക്ക് പോകും, ഇങ്ങോട്ട് പോകും, മെയിൻ എക്സ്ട്രീം.
അല്ലെങ്കിൽ ഇങ്ങനെയും വരക്കാം കേട്ടോ, സ്പ്രിംഗ് മാസ് സിസ്റ്റം. അപ്പോൾ ഇതിൻ്റെ ടൈം പീരീഡ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ 2π√m/k, 2π√m/k. ഓക്കെ, സ്പ്രിംഗ് മാസ് സിസ്റ്റത്തിൻ്റെ ടൈം പീരീഡ് കണ്ടുപിടിക്കുന്നത് 2π√m/k. ഇനി സ്പ്രിങ്സ് ആർ ഇൻ, രണ്ട് സ്പ്രിങ് ആണ് സീരീസ് കണക്ട് ചെയ്ത്, 2 സ്പ്രിങ്സ് ആർ ഇൻ സീരീസ്. ഇപ്പോൾ മാസ് സെയിം ആയിട്ട് എടുക്കാം. എക്സാമ്പിൾ ഇങ്ങനെ നോക്കാം, K1 K2 കൊടുത്ത്. അപ്പോൾ ഇവിടെ K ഇക്വലൻ്റ് കണ്ടുപിടിക്കും. ഇത് രണ്ടും കൂടി ഒന്നായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ 1/k is equal to 1/K1 plus 1/K2. ഓക്കെ, ഇക്വലൻ്റ് എന്ത് വരും? K equivalent is equal to K1 K2 divided by K1 plus K2. അപ്പോൾ നമുക്കറിയാം T is equal to 2π√m/k equivalent ആണ്. നേരെ ഇവിടത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെക്കുക. 2π√m/K1 K2 മുകളിലേക്ക് എന്തോ K1 plus K2 പോകും. ഓക്കെ, ഇനി സ്പ്രിങ്സ് ആർ ഇൻ പാരലൽ ആകുമ്പോൾ എന്തായിരിക്കും? സ്പ്രിങ്സ് ആർ ഇൻ പാരലൽ. ഇപ്പോൾ രണ്ട് സ്പ്രിങ് പാരലൽ കണക്ഷനാണ്. K is equal to K1 plus K2. അപ്പോൾ T is equal to 2π√m/K1 plus K2 വരും. ഓക്കെ, ടൈം പീരീഡ് ആകുമ്പോൾ നമുക്ക് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ടുപിടിക്കേണ്ടി വരാം. ഇനി അത് മറ്റേ സിമ്പിൾ ഹാർമോണിക് മോഷന് T is equal to 2π√L/g, രണ്ടും മാറിപ്പോകുന്നത് കേട്ടോ, ലെങ്ത്തും സിമ്പിൾ പെൻത്തിൻ്റെ കേസിൽ വരും. ഇനി വേവ് ഇക്വേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. വേവ്സ് ഇക്വേഷൻ, ഇപ്പം ഞാൻ പറഞ്ഞു വേവ്സ് മൂവ്സ് ഇൻ പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ ക്വസ്റ്റ്യനിൽ കണ്ടില്ലെങ്കിൽ നമ്മൾ എന്താക്കണം? y is equal to a sin ωt minus kx എടുക്കണം. ωt minus kx എടുക്കണം. ഓക്കെ, വേർ k is equal to എന്താ? ആംഗുലാർ വേവ് നമ്പർ കേട്ടോ, വേവ് നമ്പർ 2π/λ. ഒമേഗ ആംഗുലാർ ഫ്രീക്വൻസി എന്തൊരു 2π/t വരും. ഓക്കെ, ഇത് വെച്ചിട്ട് ഇത് കണ്ടുപിടിക്കണം. ഇതാണ് പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ. ഇനി ഇതിന് നമുക്ക് ഒമേഗ ഇതെല്ലാം റീഅറേഞ്ച് ഒന്നുകൂടി ചെയ്താൽ a sin 2π ω2, ഇത് മാറ്റിക്കഴിഞ്ഞാൽ എന്ത് വരും? T/t, T എല്ലാം x/λ വരും. ഓക്കെ, ഇതിന് നമുക്ക് ഒന്നുകൂടി മാറ്റി ചെയ്താൽ 2π/λ × µt - x, അങ്ങനെ വേണമെങ്കിൽ മാറ്റി ചെയ്താൽ. ഓക്കെ, ഇതാണ് ഇമ്പോർട്ടൻ്റ്. y is equal to a sin ωt minus kx ആണ് ഇമ്പോർട്ടൻ്റ്. ഇനി വേവ്സ് മൂവ്സ് ഇൻ, ക്വസ്റ്റ്യൻ ഇങ്ങനെ പറഞ്ഞു, വേവ്സ് മൂവ്സ് ഇൻ നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ. അപ്പോൾ നമ്മൾ എന്തായിട്ട് എടുക്കണം? വേവ്സ് മൂവ്സ് ഇൻ നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ ആകുമ്പോൾ എന്ത് വരും? y is equal to a sin ωt plus kx എടുക്കണം. മാറിപ്പോരുത്, പ്ലസ് എടുക്കണം കേട്ടോ. ഇനി ഫേസസ്, നേരത്തെ നമ്മൾ ഫേസസ് പറയാൻ, ഫേസ് ഡിഫറൻസ് ഉണ്ട്. ഫേസ് ഡിഫറൻസ്, ഈ ആംഗിളിനെയാണ് ഫേസ് ഡിഫറൻസ് എന്ന് പറയുക. 2π/ നേരത്തെ ഇക്വേഷൻ ഇല്ലേ, 2π/ ഇതാ, ഇപ്പോൾ 2π/T/t - x/λ, ഇത് ഫേസ് ഡിഫറൻസ്. ഓക്കെ, 5. ഇനി നമുക്ക് അടുത്തത് വെലോസിറ്റി ഓഫ് ട്രാൻസ്വേഴ്സ്. ഇപ്പോൾ വെലോസിറ്റി, എല്ലാത്തിൻ്റെ സ്പീഡ് കണ്ടുപിടിക്കേണ്ട ഇതുണ്ട്. വെലോസിറ്റി ഓഫ് ട്രാൻസ്വേഴ്സ്. ഇപ്പോൾ ട്രാൻസ്വേഴ്സ് വേവ്സ് ആണെങ്കിൽ അതിൻ്റെ വെലോസിറ്റി, ഇപ്പോൾ സോളിഡ് മോളിക്യൂൾസിൻ്റെ ക്വസ്റ്റനിൽ കണ്ടാൽ നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിക്കണം. വെലോസിറ്റി ഈസ് ഈക്വൽ ടു √η/ρ, വേറെ ഈറ്റ ഈസ് എന്ത് വരും? മോഡുലസ് ഓഫ് റിജിഡിറ്റി. അത് ക്വസ്റ്റനിൽ തരും. ജസ്റ്റ് √η/ρ എടുത്താൽ, റോ എന്താ? ഡെൻസിറ്റി. ഇതിൽ കുറച്ച് ഇക്വേഷൻസ് ഉണ്ടാവും, അത് കാണാണ്ട് പഠിക്കേണ്ടി വരും കേട്ടോ.
ഡയറക്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കുറേ ആൻസേഴ്സ് കിട്ടും കേട്ടോ. ഇനി സ്ട്രിങ് ഓഫ് മാസ് പെർ യൂണിറ്റ് ലെങ്ത് ആണെങ്കിൽ എന്ത് വരും? ലെങ്ത് എം ആൻഡ് ടി ആണെങ്കിൽ വെലോസിറ്റി √T/m. സ്ട്രിങ്ങിൻ്റെ കേസിൽ ടെൻഷനും മാസും തന്നിട്ട് അതിൻ്റെ വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ എന്താ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ? ബി സിക്വൽ ആ സ്പീഡ് ഓഫ് ദ വേവിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുകയാണെങ്കിൽ √T/, ടി എന്താ ടെൻഷന്, എം മാസ്. ഓക്കെ. അടുത്ത ലോഞ്ചിറ്റ്യൂഡൽ വേവിൻ്റെ സോളിഡ് ഒബ്ജക്റ്റ്, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്, ഇത് രണ്ട് ട്രാൻസ്വേഴ്സ് വേവ്. ഞാൻ ലോഞ്ചിറ്റ്യൂഡൽ വേവിൻ്റെ സോളിഡിൻ്റെ ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി കണ്ടുപിടിക്കണം. അപ്പോൾ V is equal to √Y/ρ, where Y is the Young's modulus. ഇപ്പോൾ സോളിഡ് ഒബ്ജക്റ്റ് നമ്മൾ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് പഠിച്ചു. അതിൽ Y എന്ന് പറഞ്ഞാൽ എന്താ? യങ്സ് മോഡുലസ് ആണ്. യങ്സ് മോഡുലസ്. ഓക്കെ. റോ ഡെൻസിറ്റി. ഓക്കെ. ഇനി ലിക്വിഡ് ആണെങ്കിൽ എന്ത് ഇക്വേഷൻ വരാം? ഇക്വേഷൻ എന്താ? വെലോസിറ്റി ഈസ് ഈക്വൽ ടു √K/ρ. K is the bulk modulus. ഓക്കെ. ഇനി ന്യൂട്ടൺ ഇതിനെക്കുറിച്ചൊരു ഫോർമുല ക്രിയേറ്റ് ചെയ്തു വെലോസിറ്റി കണ്ടുപിടിക്കാൻ. ന്യൂട്ടൺ ഫോർമുല V is equal to √P/ρ, പ്രഷർ ബൈ ഡെൻസിറ്റി. ഓക്കെ. ഇപ്പോൾ ലാപ്ലേസ് എന്താക്കി? ഇത് മോഡിഫൈ ചെയ്ത്, ലാപ്ലേസ് കുറച്ചും കൂടി മോഡിഫൈ ചെയ്ത് ലാപ്ലേസ് ഫോർമുല ആക്കി. എന്ത് വരും? V is equal to √P/ρ, where gamma is the adiabatic index. Gamma is the adiabatic index. Cp/Cv, നമ്മൾ തെർമോഡൈനാമിക്സ് പഠിക്കുന്നത് Cp/Cv കേട്ടോ. ഇനി അടുത്തത് സ്റ്റേഷനറി വേവിനെ സ്ട്രെച്ചഡ് സ്ട്രിങ് ഓഫ് ലെങ്ത് L, ലെങ്ത് Lലുള്ള സ്റ്റേഷനറി വേവ് സ്ട്രെച്ചഡ് സ്ട്രിങ് കേട്ടോ. ഇപ്പോൾ y1 ഓഫ് y ഇസ് എ ഫങ്ഷൻ ഓഫ് x ആൻഡ് t. ഇപ്പോൾ x ആൻഡ് t എന്ന ഫങ്ഷൻ, അപ്പോൾ എ പോസിറ്റീവ് ഡയറക്ഷനിലാണ് പോകുന്നത്, പോസിറ്റീവ് x. അപ്പോൾ a സൈൻ kx മൈനസ് ഒമേഗ ടി എന്ന് എടുത്ത് ഞാൻ, അത് പോസിറ്റീവ് x ഡയറക്ഷനാണ്. ഓക്കെ. ഇനി മറ്റേത് y2 എന്താ? x, y എന്ത് വരും? a സൈൻ kx പ്ലസ് ഒമേഗ ടി വരും. ഇത് നെഗറ്റീവ് x ഡയറക്ഷനിലാണ് സഞ്ചരിക്കുന്നത്. ഇത് രണ്ടും എന്താക്കൂ? സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഉണ്ട്. എന്താണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ? രണ്ടും ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. ഇപ്പോൾ രണ്ട് വേവ് ആണെങ്കിൽ രണ്ട് വേവ് ആഡ് ചെയ്താൽ മതി. ഒരു വേവ് ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ടോട്ടൽ ഒരു വേവ് ക്രിയേറ്റ് ചെയ്യും. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. ഓക്കെ. ഇപ്പോൾ y is equal to എന്ത് വരും? y1x, പ്ലസ് y2x, t. ഓക്കെ. ഇങ്ങനെ വരും. അപ്പോൾ ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതൊരു ചെറിയൊരു ഡെറിവേഷനാണ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. ഓക്കെ. ഇത് ട്രിഗ്നോമെട്രി ഫങ്ഷൻസിൽ കോമൺ എടുത്തിട്ട് ചെയ്യുന്ന ഒരു സാധനം. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും 2a സൈൻ kx കോസ് ഒമേഗ ടി കിട്ടും. ഫൈനലായിട്ടുള്ളൊരു വാല്യൂസ് കിട്ടും. ഓക്കെ. ഇത് നമ്മൾ എന്താക്കണം? നോട്ട്സ് എന്താണെന്ന് അറിയാം. നോട്ട്സ് ഇപ്പോൾ എക്സ്, ഇതിൻ്റെ വാല്യൂ നമ്മൾ എക്സിന് നോട്ട് സെറ്റ് എക്സ് ഈക്വൽ ടു λ/2 അങ്ങനെ കിട്ടുമ്പോൾ നോട്ട്സ് ക്രിയേറ്റ് ചെയ്യും. നോട്ട്സ് 3λ/2. ഓക്കെ. ആൻറ്റി നോഡ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക? ആൻറ്റി നോട്ട്സ് λ/4. എക്സ് λ/4 ഇക്വേഷൻ കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? ആൻറ്റി നോഡ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ. 3λ/4. ഓക്കെ. അങ്ങനെ വരുമ്പോൾ ആൻറ്റി നോഡ് ക്രിയേറ്റ് ചെയ്യും. ലെങ്ത് ഓഫ് ദ സ്ട്രിങ് എങ്ങനെ കണ്ടുപിടിക്കാം? ലെങ്ത് ഓഫ് ദ സ്ട്രിങ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ L is equal to nλ/2. ഓക്കെ. പിന്നെ വേവ് ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കുക? വേവ് ലെങ്ത് ലാംഡ എന്തായിരിക്കും? 2 ഇതിങ്ങോട്ടേക്ക് പോകും.
എൽ ബൈ എൻ വരും. ഇനി ഫ്രീക്വൻസി എങ്ങനെ കണ്ടുപിടിക്കാം? ഫ്രീക്വൻസി ന്യൂ ഈസ് ഈക്വൽ ടു എൻ യു ബൈ 2L. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത്. പിന്നെ ബീറ്റ്സ് ഉണ്ട്. എന്താണ് ബീറ്റ്സ്? ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ഓഫ് ടു ഫ്രീക്വൻസി. രണ്ട് സൗണ്ട് വേവ്, അപ്പം അതിൻ്റെ ഫ്രീക്വൻസി മൈനസ് ചെയ്താൽ എന്ത് കിട്ടും? ബീറ്റ്സ് കിട്ടും കേട്ടോ. ന്യൂ 1 മൈനസ് ന്യൂ 2. ഇത്രയും ഇക്വേഷൻസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ.